പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് 24-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിച്ചു തുടങ്ങേണ്ടത്. 23 ശ്ലോകങ്ങൾ നാം പൂർത്തിയാക്കി. ആ 23 ശ്ലോകങ്ങൾ ഭാരതത്തിലെ നാം അറിഞ്ഞതും അറിയാത്തതുമായ മഹാത്മാക്കളെക്കുറിച്ച്, വീരവനിതകളെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. 24-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ലാജിത് ഭാസ്കര വർമാച യശോധർമാച ഹൂണജിത് ശ്രീകൃഷ്ണദേവരായശ്ച ലളിതാദിത്യ ഉദ്ബലഃ. ലാജിത് ഭാസ്കര വർമാച യശോധർമാച ഹൂണജിത് ശ്രീകൃഷ്ണദേവരായശ്ച ലളിതാദിത്യ ഉദ്ബല. വീരപുരുഷന്മാരാൽ രക്തമാല ചാർത്തപ്പെട്ട ഭാരതമാതാവിന് വേണ്ടി സമർപ്പിതമായ ചില വീരജന്മങ്ങളെ ഈ ശ്ലോകത്തിൽ ഓർക്കുകയാണ്. നൂറ്റാണ്ടുകളോളം 4 ഭാഗത്തുനിന്നും ഇരച്ചു കയറിയ ശത്രു സൈന്യങ്ങൾക്ക് ഭാരതഭൂമി എന്തുകൊണ്ട് അടക്കി ഭരിക്കാനോ അതിൻ്റെ മഹത്തായ സംസ്കാരത്തെ നശിപ്പിക്കുവാനോ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഉത്തരമാണ് ഈ മഹാത്മാക്കളുടെ ജീവിതം. ലാജിത് ബർഫൂക്കൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്. വടക്കുകിഴക്കൻ ഭാരതത്തിൽ ബ്രഹ്മപുത്രയുടെ ധാരകൾക്കും വൻ കാടുകൾക്കുമിടയിൽ സംസ്കാര സമ്പന്നരും സമൃദ്ധവുമായ ഒരു ജനതയും അവരുടെ വീരനായകന്മാരും ഭാരതീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ചില അധ്യായങ്ങൾ രചിക്കുകയുണ്ടായി. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത്തെ ഭാരതീയർക്ക് പോലും ഈ ചരിത്രഗാഥ പരിചിതമല്ല. ആ പ്രദേശത്തെ സരളമനസ്കരും സത്യസന്ധരുമായ ജനങ്ങൾക്ക് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളാണ് ചരിത്രത്തിൽ നേരിടേണ്ടി വന്നത്. ആ പരീക്ഷകളും ആധുനികാലത്തെ സംഘടിത മതങ്ങളുടെ മതം മാറ്റവുമടക്കം തങ്ങളുടെ പൈതൃകത്തെ ഇല്ലാതാക്കുന്ന ഭീഷണികളെയും ഭീകരവാദത്തെയും നുഴഞ്ഞുകയറ്റത്തെയും അവരെങ്ങനെ നേരിട്ടു, നമുക്കത് പഠിക്കേണ്ടതുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് ഭാരതീയ മുഖ്യധാരയിൽ അലിഞ്ഞു ചേരുവാൻ വെമ്പുന്ന വടക്കുകിഴക്കൻ ഭാരതത്തിലെ ജനങ്ങളെ സ്വന്തം നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ലാജിത് ബർഫൂക്കനെ പോലുള്ള വീരപുരുഷന്മാരാണെന്നറിയുക. ഭാരതീയ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത വിനാശകരമായ നാളുകളായിരുന്നു മുഗളന്മാരുടെ ഭരണകാലം. മുസ്ലിം ആക്രമണകാരികളെ തീർത്തും ചെറുത്തുനിന്ന പ്രദേശവും ഭരണാധികാരിയുമായിരുന്നു ആസാമിലേത്. മുഹമ്മദ് ഗോറി 1250 കാലഘട്ടത്തിൽ മുഹമ്മദ് ഗോറിയുടെ കാലം മുതൽ നിരന്തരം ഇരമ്പിക്കയറി വന്ന മുസ്ലിം സേനയെ 17 പ്രാവശ്യമാണ് അഹോം രാജവംശം തുരത്തിയത്. സാരായ് ഘാട്ട് യുദ്ധഭൂമിയിൽ ഒരു ഭാഗത്ത് വമ്പിച്ച മുഗള സാമ്രാജ്യത്തിന്റെ 3.5 ലക്ഷം വരുന്ന വിശാല സൈന്യവും മറുഭാഗത്ത് ചെറിയ അഹോം രാജ്യത്തിന്റെ പരിമിതമായ സൈന്യവും. ഈ യുദ്ധത്തിന്റെ നായകനായിരുന്നു ലാജിത് ബർഫൂക്കൻ. ഈ വീരനായകന്റെ കഥ ഇങ്ങനെയാണ്. മോമയിത മൂലി ബർസുവക്ക് ഒരു തോട്ടത്തിൽ നിന്ന് രക്തമണിഞ്ഞു കിടന്നിരുന്ന ഒരു നവജാത ശിശുവിനെ കിട്ടി. അതിനാൽ രക്തമണിഞ്ഞ എന്നർത്ഥം വരുന്ന ലാജിത് എന്ന പേരും നൽകി. ശസ്ത്രവും ശാസ്ത്രവും പഠിച്ച് രണ്ടിലും നിപുണനായ ലാജിത് അന്നത്തെ ഭരണാധിപനായിരുന്ന ചക്രധ്വജ സിംഹന്റെ സേനയിൽ ചേർന്നു. തൻ്റെ കഴിവുകൊണ്ടും ധീരത കൊണ്ടും പടിപടിയായി ഉയർന്നു. രാജാവിൻ്റെ ധ്വജവാഹകൻ, കുതിരാലയം സൂക്ഷിപ്പിക്കുവാരൻ എന്നീ പദവികളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പാത്രമന്ത്രി അഥവാ ഫർഫൂക്കൻ എന്ന നീതിന്യായവും ഭരണനിർവഹണവും നടത്തുന്നതും അദ്ദേഹം അധികാരിയായി തീർന്നു. ചെറുതെങ്കിലും സ്വതന്ത്രവും സ്വാഭിമാനികളുമായ അഹോം രാജ്യം മുഗള ബാദ്ഷാ ഔറംഗസേബിന് മനോവേദനയുണ്ടാക്കി. മീർ ജുംലയുടെ നേതൃത്വത്തിൽ 1667 അഹോം ആക്രമിച്ച മുഗളസേന യുദ്ധം ജയിച്ച് ഗൗഹളത്തിലെത്തിയെങ്കിലും വിപരീത കാലാവസ്ഥയിൽ സൈനികരുടെ മനോബലം കെട്ടുപോയി. പെട്ടെന്ന് ആക്രമിച്ച അഹോം സൈന്യത്തെ ചെറുത്തു നിൽക്കാനാവാതെ മുഗള സൈന്യം പിൻവാങ്ങി. വീണ്ടും 1670 അംബറിലെ രാജാവും മുഗളരുടെ സാമന്തരുമായിരുന്ന രാംസിംഹനോട് അഹോം ആക്രമിക്കാൻ മുഗൾ ബാദ്ഷാ ഉത്തരവിട്ടു.
60,000 സൈനികരുമായി നീങ്ങിയ രാംസിംഗ് ബംഗാൾ നവാബിന്റെ സഹായത്തോടെ അത് 3 ലക്ഷമാക്കി. സയ്യദ് ഫിറോസ് ഖാന്റെ നേതൃത്വത്തിൽ ഒരു പീരങ്കിപ്പടയും മുഗള സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ഇത്തവണ രാജാവ് ലാജിത് ഫർഫൂക്കനോട് പ്രത്യാക്രമണ നേതൃത്വം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് ബർമ നാഗവംശജരെ ലാജിത് തോൽപ്പിച്ചിരുന്നു. രാംസിംഹന്റെ വമ്പിച്ച സൈന്യത്തെ നേരിടുവാൻ മുൻകരുതലുകളും ബുദ്ധികൗശലവും വേണമെന്ന് തിരിച്ചറിഞ്ഞ ലാജിത് ഫർഫൂക്കൻ ആദ്യം തന്നെ മുഗള സൈന്യത്തിനുള്ളിൽ പല കള്ളക്കഥകളും പ്രചരിപ്പിച്ചു. അഹോം സൈന്യത്തിൽ മായാവികളും രാക്ഷസന്മാരുമുണ്ടെന്ന് പ്രചരിപ്പിക്കുകയും അനന്തരം അത്തരം വേഷം കെട്ടി മിന്നായം പോലെ മറയുന്ന സൈനികരെ തയ്യാറാക്കുകയും ചെയ്തു. രാംസിംഹൻ തന്റെ ഗുരുവായിരുന്ന സിഖ് ഗുരുതേഗ് ബഹാദൂറിനെ കൂടെ കൂട്ടിയിരുന്നു. ലാജിത് ഫർഫൂക്കൻ സിഖ് ഗുരുദേവ് ബഹാദൂറിനെ അസമിലേക്ക് സ്വീകരിച്ചാനയിക്കുകയും ഒപ്പം മുഗള സൈന്യത്തിന്റെ മേൽ മിന്നലാക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥലവും കാലാവസ്ഥയും പ്രകൃതിയും പരിചയമില്ലാത്ത മുഗൾ സൈന്യത്തിന് കാര്യമായ നാശനഷ്ടങ്ങളാണ് അഹോം സൈനികർ ഉണ്ടാക്കിയത്. രാത്രി പന്തം കൊളുത്തിയ നിരവധി വള്ളങ്ങൾ ബ്രഹ്മപുത്രയിൽ എമ്പാടും ഇറക്കി വലിയൊരു നാവിക ശക്തി തങ്ങൾക്കുണ്ടെന്ന് തെറ്റിദ്ധാരണവും ഭയവും മുഗളന്മാരിലുണ്ടാക്കാൻ ലാജിത് ഫർഫൂക്കന് സാധിച്ചു. ഫിറോസ് ഖാന്റെ പീരങ്കിപ്പടയെ നിരായുധരാക്കാൻ മറ്റൊരു തന്ത്രവും പ്രയോഗിച്ചു. ചെറിയ തോക്കുകളെ കൊണ്ട് മുഗളരെ ഒരു ഭാഗത്തുനിന്നും ആക്രമിച്ചു. മുഗൾ സൈന്യത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പീരങ്കികളും വെടിമരുന്നിലും വെള്ളമൊഴിച്ച് പീരങ്കിപ്പടയെ നിഷ്പ്രഭമാക്കി. ഫർഫൂക്കൻ തന്റെ ഇളയച്ചനോട് ഒരു കോട്ട കേടുപാടുകൾ തീർക്കാൻ പറഞ്ഞ് സൈനികരെ അദ്ദേഹത്തിന്റെ സഹായത്തിന് നൽകിയിരുന്നു. എന്നാൽ ഇളയച്ചൻ വേണ്ടത്ര ശ്രദ്ധ കാട്ടിയില്ലെന്ന് കണ്ട് ഫർഫൂക്കൻ ഇളയച്ചനേക്കാൾ വലുത് നാടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തലവെട്ടി. കോട്ട ഉടനെ കേടുപാട് തീർത്ത് തയ്യാറാക്കുകയും ചെയ്തു. ഇത്തരം തയ്യാറെടുപ്പുകൾക്ക് സമയമെടുക്കുന്നത് രാജാവിനെ അക്ഷമനാക്കി. ഇതിനിടെ രാംസിംഹനും ഒരു ചതിപ്രയോഗം നടത്തി. ഫർഫൂക്കന് 4 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാമെന്ന് ഒരു സന്ദേശം അയച്ചു. എന്നാൽ ഫർഫൂക്കൻ വിൽപ്പന ചരക്കല്ലെന്നും ദേശഭക്തനാണെന്നും രാംസിംഹന് മനസ്സിലായി. അദ്ദേഹം ലാജിത് ഫർഫൂക്കൻ 1 ലക്ഷം കൈക്കൂലി വാങ്ങിയതിനാൽ വാക്കുപാലിച്ച് പിന്മാറണമെന്ന് ഒരു കത്ത് ചമച്ചുണ്ടാക്കി. അത് രാജാവിന്റെ അടുക്കൽ എത്തിച്ചു കൊടുത്തു. അത് വായിച്ച് ലാജിദിനെ സംശയിച്ച രാജാവിനെ പ്രധാനമന്ത്രിയായിരുന്ന അതൻ ബൂർഹഗോയാൽ ഇത് മുഗളരുടെ ചതിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നാലും ബർഫൂക്കനോട് ഇനി കാത്തിരിക്കരുതെന്നും ഉടനെ ആക്രമിക്കണമെന്നും രാജാവ് കൽപ്പന നൽകി. ഇതിനിടെ ബർഫൂക്കൻ കാത്തിരുന്ന അവസരം വന്നു ചേർന്നു. മഴക്കാലം തുടങ്ങിയതും ബ്രഹ്മപുത്ര പല കൈവഴികളിലൂടെ ശക്തമായി ജലപ്രവാഹമുണ്ടാക്കി ഒഴുകാൻ തുടങ്ങി. മുഗൾ സൈന്യം പല തുരുത്തുകളായി വിഭജിക്കപ്പെട്ടു. ലാജിത് ബർഫൂക്കൻ ആ സമയത്ത് പനി പിടിച്ച് കിടപ്പിലായിരുന്നെങ്കിലും തന്റെ സൈനികരോടൊത്ത് ആക്രമണത്തിന് നേതൃത്വം നൽകി. എന്റെ ആരോഗ്യവും ജീവനുമല്ല, നാടിന്റെയും ധർമ്മത്തിന്റെയും രക്ഷയാണ് പ്രധാനം എന്നാണ് തന്നോട് വിശ്രമിച്ചേ പറ്റൂ എന്ന പറഞ്ഞ വൈദ്യനോട് അദ്ദേഹം പറഞ്ഞത്. ആദ്യ ആക്രമണത്തിൽ തന്നെ മുഗള അധികാരിയായിരുന്ന മീർ നവാബിനെ തടവറയിലാക്കി. വമ്പിച്ച നാശനഷ്ടങ്ങളോടെ സരായ്ഘട്ട് യുദ്ധം എന്നറിയപ്പെട്ട യുദ്ധത്തിൽ മുഗളർ തോറ്റു പിൻവാങ്ങി. ആ തോൽവിയെപ്പറ്റി രാംസിംഹൻ പറഞ്ഞത്, ഫർഫൂക്കന്റെ സിംഹതുല്യ നേതൃത്വത്തിൽ സേനയോട് തോൽക്കാനേ നിവൃത്തിയുള്ളൂ എന്നാണ്. എന്നാൽ 1671 സാരായ്ഘാട്ട് യുദ്ധത്തിന് ശേഷം അല്പകാലത്തിനുള്ളിൽ ആ സിംഹം മൃതിയടഞ്ഞു. റാണാ പ്രതാപൻ, റാണാ ഛത്രസാൽ, ഛത്രപതി ശിവാജി എന്നിവരോടൊപ്പം എണ്ണപ്പെടേണ്ട ഒരു ചരിത്രമാണ് ലാജിത് ബർഫൂക്കന്റേത്. ഇന്ന് നവംബർ 24 അസമിൽ ലാജിത് ദിനമായി ആചരിക്കുന്നു. ലാജിത് ഭാസ്കര വർമാച യശോധർമാച ഹൂണജിത് എന്ന് തുടങ്ങുന്ന ഏകാത്മദാസോത്രത്തിലെ ശ്ലോകത്തിൽ ലാജിത് ബർഫൂക്കന്റെ ഐതിഹാസികമായ സംഭവത്തെ നാം മനസ്സിലാക്കി ആ മഹാത്മാവിനെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.